ഒലക്കൊക്കെയാണ് പിള്ളേർ അടിക്കണേ. എന്താല്ലേ ഇത് വലിയ വീഡിയോ കേട്ടോ. ഇതിൽ എല്ലാ പിള്ളേർക്ക് കിട്ടും നല്ല തൊഴിൽ തൊഴിക്കണം സാറ്. അടിക്കണ വടി കണ്ടല്ലോ ആത്തിയാന്നുകൊണ്ട് എന്തൊരു തൊഴിൽ തൊഴിക്കണേ. നമ്മളും സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ അടി കിട്ടിയിട്ടുണ്ട്. പല ടൈപ്പ് അടികളുണ്ടായിരുന്നു. അടികളെ പറ്റി ആദ്യം പറയാം. ആദ്യത്തെ അടിയായിരുന്നത് ഞാനൊരു ചുമ്മാ ഒരു വടി എടുത്തിട്ടുണ്ട് കേട്ടോ, ചൂരിലെ പോലത്തെ ഒരു വടി. ഞങ്ങളുടെ ക്ലാസ്സിൽ ഫിസിക്സിന് പഠിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. പുള്ളിക്കാരനെ അടിക്കണേ നമ്മൾ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. പഠിക്കണത് ഇവിടെ ആയിരിക്കും, കറക്റ്റ് ഇങ്ങനെയായിരിക്കും പുള്ളിക്കാരനെ അടിക്കുക, നല്ല ഫോഴ്സിൽ. അപ്പോൾ നമ്മൾ അടിക്ക് കൊള്ളുമ്പോൾ ചിലപ്പോൾ ഇവിടേക്ക് കിട്ടും, അപ്പോൾ വടു ഇവിടേക്ക് വീഴും. ഈ വടു എന്ന് പറഞ്ഞ സാധനം പറഞ്ഞില്ല, അടിക്ക് കൊണ്ടിട്ട് വരുന്ന പാട്. അങ്ങനെ ഒരു സാറുണ്ടായിരുന്നു. പിന്നെ ഒരു സാറുണ്ടായിരുന്നു പാൻറ്റ് വലിച്ച് പിടിച്ചിട്ട് അടിക്കണത്. അപ്പം പിള്ളേരാണെങ്കിൽ പാവാട വലിച്ച് പിടിച്ചടിക്കും. പിന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എനിക്ക്. പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മുട്ട് കുത്തി ചേർത്തു. മുട്ട് കുത്തി ചേർത്തിട്ട് ആദ്യത്തെ ദിവസം മുട്ട് കുത്തി ചേർത്തു. എന്നിട്ട് നമ്മളന്ന് പറഞ്ഞില്ല, പിറ്റേ ദിവസം ഉത്തരം പറഞ്ഞില്ല എന്ന് വെച്ചാൽ പിറ്റേ ദിവസം കൈയും കൂടി വിരിച്ച് നിർത്തും. ഇങ്ങനെ യേശുവിനെ കുരിശ് തറച്ച പോലെ കൈ നിർത്തിയിട്ട്. അപ്പോൾ കൈ നമുക്കിങ്ങനെ ഷോൾഡറിൻ്റെ ഈ ഹൈറ്റിൽ വയ്ക്കണം. എവിടെ നിന്ന് പുള്ളിക്കാരി കിട്ടിയെന്നറിയില്ല, കാരണം ഷോൾഡറിൻ്റെ കയ്യിൽ കുറേ നേരം പിടിച്ച് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ താത്തണേ പുള്ളിക്കാരി വടി കൊണ്ട് ഇങ്ങനെ പതുക്കെ താഴ്ത്തോടെ ഇങ്ങനെ തട്ടും പൊക്കാനായിട്ട്. കൈ രണ്ട് ഷോൾഡറും കഴിച്ച് ഒട്ടുട്ടാ. പിന്നെ ഞങ്ങൾക്കൊരു പി ടി മാഷ് ഉണ്ടായിരുന്നു. പി ടി മാഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അടി, നല്ല അടി, ഇതുപോലത്തെ ചൂരിലേക്ക് അടി. പെണ്ണുങ്ങൾക്ക് ആൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ ഇത് പൊക്കിയിട്ട് ഇവിടെയാണ് പിച്ച. അതൊരു പ്രത്യേക ഒരു പിച്ചല്ല. അത്ര സുഖമായിട്ട് ഞങ്ങൾക്ക് അന്ന് തോന്നിയല്ല. ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ കമൻറ്റ് അടിക്കാറുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും സ്കൂളിൽ നമ്മുടെ കേരളത്തിൽ തല്ലണില്ല എന്നാണ് എൻ്റെ അറിവ്. തല്ലി കഴിഞ്ഞ പേരൻസ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഇപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിലോ ഏതോ ബംഗ്ലാദേശിലേക്ക് ഏതോ സ്കൂളിലാണ്, നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ എന്ത് നടന്നാലും നമ്മൾ പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നാണോ ബംഗാളികൾക്കാണ് നമ്മളെല്ലാം പഴി ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും ഒരു ചൂരിൽ ലാത്തിയുടെ കനണ്ട് അടിക്കണത്, അല്ലെങ്കിൽ അടിക്കുമ്പോൾ ഒരു പയ്യൻ്റെ കൈ പോയിട്ട് ബെഞ്ചും അടിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ അടി കിട്ടിയ വളർന്നിട്ടുള്ളവരെ ആയിരിക്കുമല്ലോ നിങ്ങൾ. അങ്ങനെ അടി കിട്ടിയിട്ട് നിങ്ങൾ നന്നായോ? ഈ അടി കൊണ്ടാണോ നിങ്ങൾ നന്നായത്, ജീവിതത്തിൽ രക്ഷപ്പെട്ടത്? ചിലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല പ്രതിസന്ധികൾ വരുമ്പോൾ ഇങ്ങനത്തെ അടി കിട്ടിയപ്പോൾ അതിനൊക്കെ എന്നിട്ട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ നമുക്ക് ഉയർന്നു നിൽക്കാൻ ഒരു കരുത്ത് നൽകിയത് ഇതുപോലത്തെ തല്ലലും ഒക്കെയാണ്. മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ കൈവച്ച് നിർത്തിയതൊക്കെയാണ് നമുക്ക് പ്രചോദനമായത്. മറ്റുള്ളവർ നമുക്ക് തോൽവി വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പിന്നീടുള്ള ലൈഫിൽ ഇതൊന്നും നമ്മളെ വലിയ തോൽവികൾ വന്നപ്പോൾ നമ്മളെ തളർത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ കൈവിരിച്ച് നിർത്തിയത് നമുക്ക് ഓർമ്മ വന്നു. അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ മൂവിയിലെ കുറേ ഡയലോഗ് അടിക്കുന്നത്, നിവിൻ പോളിയോ അതോ ഷൈൻ ടോമോ ആരൊക്കെയാണ് ഒരു മൂവിയിൽ ഡയലോഗ് അടിക്കണ്ടല്ലോ, ടീച്ചർമാർ പണ്ടിങ്ങനെ കൈ നേറ്റി നിർത്തിയതും ബെഞ്ചുമേ കയറ്റി നിർത്തിയതൊക്കെയാണ് പിന്നീട് തോൽവി ഉണ്ടായിപ്പോൾ നമുക്ക് ആത്മഹത്യ ചെയ്യാണ്ടിരിക്കാനും പ്രതിസന്ധികളെ നേരിടാനൊക്കെ ശക്തി നൽകിയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ അടി കിട്ടിക്കൊണ്ടാണോ നിങ്ങൾ ജീവിതത്തിൽ നന്നായത്, അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ ഈ കണ്ട വീഡിയോ ഇനി പിള്ളേരെ തല്ലി പഠിപ്പിക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റായിട്ടൊന്ന് ഇടണേ. പിന്നെ ഒരു കാര്യം കൂടിയിട്ടാ, ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതല്ലാണ്ട് വെറൈറ്റി അടികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റായിട്ട് ഇട്ടോ. കമൻറ്റ് വായിക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ ഗൃഹാതുരത്വം ഉണരും. ചന്തീമ കടിയിട്ടേ